നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മോളെ ശ്രീകുട്ടി, മോളെ മോളെ അമ്മേ, എവിടെയായിരുന്നു അമ്മേ? അമ്മേ, ഞാൻ എവിടെയൊക്കെ തെരഞ്ഞെന്നോ? ഞാൻ എത്രമാത്രം പേടിച്ചു എന്നറിയോ? അമ്മയ്ക്ക് ശ്രീകുട്ടീനെ വേണ്ടേ? അങ്ങനൊന്നും പറയല്ലേ മോളെ. അമ്മ കരയില്ലമ്മേ, എനിക്ക് പനി കുറവുണ്ട്. ഇല്ല മോളെ, ഇനി ഞാൻ കരയുന്നില്ല. കുറച്ചേരം അമ്മ എന്നെ കെട്ടിപ്പിടിച്ച് ഇവിടെ കിടക്കോ? ആഗ്രഹം ഇല്ലാഞ്ഞിട്ടാണോ മോളെ? വസുന്ധരാമ്മ ഇപ്പൊ വരും. എന്നെ കണ്ട പറ്റില്ല. എന്നാലും കുറച്ചു നേരം. മോളെ മോളെ അമ്മ ഇനി എന്റെ അടുത്തുനിന്ന് പോവല്ലേ അമ്മേ? ഇല്ല മോളെ, അമ്മ ഒരിടത്തും പോകുന്നില്ല. ഓക്കെ, അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. ശരി, ഓക്കെ, ബൈ. അയ്യോ അമ്മ, ചേച്ചി, അശ്വതി ചേച്ചി, ചേച്ചി, അമ്മ, ചേച്ചി. അമ്മ പറയമ്മേ, അമ്മ ശ്രീകുട്ടിയുടെ അടുത്തുനിന്ന് പോവോ? ഇല്ല, അമ്മ പോവില്ല. അമ്മ ശ്രീകുട്ടിയെ വിട്ട് പോവില്ല. മോള് വിഷമിക്കരുത്. ചേച്ചി, അശ്വതി ചേച്ചി. ഈശ്വരാ. അയ്യോ മോളെ, വസുന്ധരാമ്മ. അമ്മേ, അമ്മ അവിടെ വിളിക്ക്. അയ്യോ ഓ അമ്മേ, മോളെ. ചെല്ല്. നമുക്ക് ബാക്കി കഴിച്ചാലോ? അമൃതയെടുത്തി ഇപ്പൊ എന്നെ കാണണ്ട. ഞാൻ എന്തിനാ ഇവിടെ വന്നേന്ന് ചോദിക്കും. അത് പിന്നെ സംശയവും. എന്നെ ഇങ്ങനെ നോക്കി പേടിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല. ആ പഴയ മിസ് കേരളെ ഇപ്പത്തെ ഇവിടെ ഒരു ഈച്ചക്കുഞ്ഞിന് പോലും അറിയില്ല. ശ്യാമയെ പരിഹസിച്ചവരും പുച്ഛിച്ചവരും ഒക്കെ ഈ രംഗം ഒന്ന് കൺകുളിർക്ക് കാണേണ്ടതാ. ഇവളെന്തിനാ ഇപ്പൊ ഹോസ്പിറ്റലിൽ വന്നത്? അതറിയണമല്ലോ. ഐശ്വര്യ, അതെ, പ്ലീസ് ഒന്ന് മാറി നിൽക്കോ. ദൈവമേ, ഇതൊരു ഹോസ്പിറ്റൽ അല്ലേ? ഒരു എമർജൻസി കാര്യമുണ്ട്, ഒന്ന് മാറി നിൽക്കോ പ്ലീസ്. ഞങ്ങളൊരു സെൽഫി എടുത്തോട്ടെ? സെൽഫി ഒക്കെ എടുക്കാം. ഇപ്പൊ ഇയാളെ ഒന്ന് ഫ്രീ ആയിട്ട് വിട്. ഞാനൊരു എമർജൻസി മാറ്റർ പറഞ്ഞോട്ടെ പ്ലീസ്. വാ.
ഇപ്പൊ ഇവിടെ നീ എന്തിനാ വന്നത്? അത് എന്താ ശ്യാമയ്ക്ക് നല്ല സുഖമില്ലേ? അങ്ങനെ വന്നാണോ? ആ, ആ അതെ. എന്താ സുഖം? ആ, അത് 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 സുഖമില്ല. രോഗത്തിന് പേരില്ലേ? അത് എന്നാ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ എവിടെ? മെഡിസിൻ എവിടെ? എടുക്ക്. ഇതൊന്നും അല്ല, അരുൺ പറഞ്ഞിട്ടാ ഇവൾ ഇവിടെ വന്നത്. ഞാൻ പറഞ്ഞിട്ടോ? അതെ, ശ്രീകുട്ടിയെ സുഖമില്ലാതെ ഈ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണെന്ന് അരുൺ ശ്യാമയെ വിളിച്ച് പറഞ്ഞു. ഐശ്വര്യ, ഞാൻ അറിയാത്ത കാര്യങ്ങൾ നീ വെറുതെ പറയരുത്. ഇത് ഉറപ്പാ, ഇവള് വന്നത് ശ്രീകുട്ടിയെ കാണാൻ തന്നെ. എടുത്തി കുഞ്ഞിനെ കണ്ട അസുഖം എങ്ങനെ, ഏത് രീതിയിലാണെന്നൊക്കെ കണ്ടെത്താൻ, എന്നിട്ട് ആ കാര്യം അശ്വതിക്ക് പറഞ്ഞു കൊടുക്കാൻ. ഒരു കാര്യം തീർച്ചയാ, അശ്വതിയെ എവിടെയോ ഇവള് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അശ്വതി ഇവളോടൊപ്പം വന്നിട്ടുണ്ട് അവളുടെ മോളെ കാണാൻ. എടീ, അശ്വതി എവിടെ? പറ. അവളെവിടെ പോവാനാ? അവള് വന്നിട്ടുണ്ടെങ്കിൽ ശ്രീകുട്ടിയുടെ അടുത്ത് തന്നെ കാണും. അത് അവളെ കയ്യോടെ പിടിക്കണം, എന്നിട്ട് അശ്വതിയെ ഇപ്പൊ തന്നെ പോലീസിൽ ഏൽപ്പിക്കണം. ആ, അത്രയ്ക്കായോ? മാറങ്ങോട്ട്. ഏട്ടാ, അശ്വതി ചേച്ചി ആ റൂമിലുണ്ട്. ശ്യാമേ, അശ്വതിയെ ഐശ്വര്യ കണ്ട പ്രശ്നമാവില്ലേ? എനിക്ക് അങ്ങോട്ടേക്ക് വരാൻ പറ്റില്ല. അറിഞ്ഞിട്ട് വേഗം അവിടേക്കൊന്ന് ചെല്ല. എങ്ങനെയെങ്കിലും അശ്വതി ചേച്ചി ഒന്ന് രക്ഷിക്കാൻ നോക്ക്. ശ്യാമേ, ഞാൻ എന്ത് ചെയ്യാനാ? ഏട്ടാ, ഏട്ടൻ എന്തെങ്കിലും വേഗം ഒന്ന് ചെയ്യ. ഞാനും അശ്വതി ചേച്ചി അവിടെ നിന്ന് രക്ഷിക്കാൻ എന്തെങ്കിലും ഒരു വഴി നോക്കാം. ഏട്ടാ ചെല്ല, ചെല്ല. ദൈവമേ, എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. നീ എന്താ ഐശ്വര്യ തരയുന്നേ? എന്താ ഐശ്വര്യ? ഐശ്വര്യ, നീ കാര്യം എന്താന്ന് പറ. അമ്മേ, അശ്വതി ഇവിടെ എവിടെയോ ഉണ്ട്. അശ്വതിയോ? എവിടെ? ശ്യാം ഇവിടെ ഈ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. അപ്പോ അവൾക്കൊപ്പം അശ്വതി കാണും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.